ഇതിപ്പായ അന്നോൺ നമ്പർ ആണല്ലോ. അന്നോൺ നമ്പറോ? എടുക്ക്. അല്ല, പുറത്ത് ബെല്ല് നിന്നല്ലോ. ഇനി ആളില്ലാന്ന് വിചാരിച്ചിട്ട് പോയി കാണുമോ? ആ, അതെന്തേലും ആവട്ടെ, നീ കോൾ എടുക്ക്. ആ, എടുക്കാം. ഹലോ. ആ, അയ്യോ, സോറി. ഇപ്പൊ തുറക്കാം, ഒരു മിനിറ്റ്. തുറക്കാനോ? എടി, ആരാ? ഒരു മിനിറ്റ്, ഇപ്പൊ പറയേ. എടി, പറഞ്ഞിട്ട് പോ. ഇതിപ്പോ ആരായിരിക്കും? ബെല്ലടിച്ച് തുറക്കാതിരുന്നപ്പോ കോള് വിളിച്ചിട്ട് തുറക്കാൻ പറയുന്നു. അതിന് മാത്രം ഇതിപ്പോ ആരാ? ആരടി, ആരാ വന്ന്? ഇതെന്താ, പിസയോ? ഇതെവിടുന്നാ? സോറിടി, ഞാനൊരു പിസ ഓർഡർ ചെയ്തായിരുന്നു. അവരാ ഇത്ര നേരം കിടന്ന് ബെല്ലടിച്ച്. ഞാനാണ് പിസ ഓർഡർ ചെയ്ത കാര്യം മറന്നേ പോയി. പൊടി, അവളുടെ ഒരു പിസ. മനുഷ്യനോട് ടെൻഷൻ അടിച്ച് ഒരു പരിവായി. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? സ്റ്റെല്ല മേഡാണെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇത്ര ടെൻഷൻ അടിച്ചേ? അങ്ങനെയൊന്നുമില്ല. എന്നാ വാ, നമുക്ക് പിസ കഴിക്കാം. ശരിയാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. രണ്ടെണ്ണം പുറത്തുണ്ട്, മൈൻഡ് ആക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ശരി വാ. ആ സ്നേഹ, ഗുഡ് മോർണിംഗ്. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ അമ്പലത്തിൽ പോയിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവോ? തുടങ്ങി. ആ ചേച്ചി, കൊള്ളായിരുന്നു, നല്ല അമ്പലമായിരുന്നു. ആ, ഞാൻ പറഞ്ഞ അമ്പലല്ലേ, അങ്ങനെ വരൂ. സ്നേഹ, നീ വരുന്നുണ്ടേ വാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ആടി, എന്നാ പിന്നെ ശരി ചേച്ചി, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഞങ്ങള് ഇറങ്ങട്ടെ. ഓ, ഇത്ര നേരത്തെ അവിടെ പോയിട്ട് എന്തുണ്ടാക്കാനടി? അവിടെ സിയോനെ വായി നോക്കിയിരിക്കണല്ലേ അവിടുത്തെ പിയുടെ പണി. ആ, അതെ സ്നേഹ, നിന്നിൽ നിന്ന് ഞാനിത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അല്ല, നീയും സ്റ്റെല്ലയൊക്കെ ഒരു കമ്പനിയിലാണല്ലോ വർക്ക് ചെയ്യുന്ന. അവിടുത്തെ സിയോനെ വായി നോക്കല നിന്റെ പണിയെന്ന് സ്റ്റെല്ല പറഞ്ഞു. ചേച്ചി ആദ്യം ചേച്ചിയുടെ കസിനെ നന്നാക്കാൻ നോക്ക്. ചേച്ചിയുടെ കസിൻ ചെയ്യുന്ന ചീപ്പ് പരിപാടിക്കൊന്നും ഈ സ്നേഹം നിൽക്കാറില്ല. ഇവിടെ എന്റെ കസിനാണെന്ന് നിനക്കെങ്ങനെ അറിയാം? ഓഹോ, ഗേൾ ഫ്രണ്ട് പറഞ്ഞു തന്നതാവും അല്ലേ? സ്നേഹ, നീ വരുന്നുണ്ടോ? അല്ലേത് ഞാൻ ഒറ്റക്ക് പോവും. ഇല്ലടി, ഞാൻ വരുവാ, വാ പോവാം. ഡി, ഇവിടെ കുറച്ച് സീനാണ്, നമുക്ക് ഒതുങ്ങുവോ? ശരീരത്തിന് കാണാൻ വലിയ നാക്കുണ്ടെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഇവളിത് എവിടെ പോയി കിടക്കുക? ഇനിയും വരാൻ ടൈം ആയില്ലേ എന്തോ. ഡാനി, ഇത് നോക്കിയേ, ഈ തീം എങ്ങനെയുണ്ട്? വർക്കൗട്ട് ആവുമോ? സ്റ്റീഫ, അന്നെ എത്തിയോ? ഇല്ലടാ, അവർ രണ്ടുപേരും വരാനാവുന്നതല്ലേ ഉള്ളൂ. എന്തേ? ആ, ശരിയാ. ഇതുവരെയും കണ്ടില്ലല്ലോ. ഇനിയിപ്പോ ഇന്ന് ലീവായിരിക്കോ? ഒന്ന് പോയി ഇഷാനടുത്ത് ചോദിച്ചു നോക്കിയാലോ? ഗുഡ് മോർണിംഗ് സാർ. ആ, ഗുഡ് മോർണിംഗ്. അല്ല, അന്ന വന്നില്ലേ? ഇല്ല സാർ, ടൈം ആയതല്ലേ ഉള്ളൂ, ഇപ്പൊ വരുമായിരിക്കും. എന്തേ? ഏയ്, ഒന്നുമില്ല, എല്ലാവരും എത്തിയോ നോക്കാൻ വേണ്ടി വന്നതാ. എന്നാ പിന്നെ നിങ്ങളുടെ വർക്ക് നടക്കട്ടെ. ആ, ഓക്കെ സാർ. ആ, രണ്ടിനും 100 ഐസാ. എത്തിയല്ലോ രണ്ടും. ഗുഡ് മോർണിംഗ് സാർ. ആ, ഗുഡ് മോർണിംഗ്. അല്ലടി ചിന്നമ്മ, നിനക്കെന്താ ഇതൊന്നും ബാധകമല്ലേ? അതെങ്ങനാ? അതിന് കുറച്ച് റെസ്പെക്റ്റും ബുദ്ധിയൊക്കെ വേണം. ആർക്കാ ബോസ് റെസ്പെക്ട് ഇല്ലാത്ത? വേണം ഞാൻ നിങ്ങളുടെ കാലി വീട് ഗുഡ് മോർണിംഗ് പറയും, വേണോ? ആ, അതൊന്നും വേണ്ട. നീ വേഗം എന്റെ ക്യാബിനോട്ടേക്ക് വാ, നിനക്കവിടെ കുറെ വർക്ക് ഉണ്ട്. പാവടി, ബോസിനെ നീ പേടിപ്പിച്ചു വിട്ടല്ലോ. അന്ന, നിന്നെ ബോസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഒന്ന് അന്വേഷിച്ചു, രാവിലെ സ്റ്റീഫ സാറോട് അന്വേഷിച്ചു. എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമുണ്ട്, നീ ഒന്ന് ചെന്ന് നോക്ക്. എന്നെയോ? എന്നെ എന്തിനാ ബോസ് അന്വേഷിക്കുന്ന?
നിന്നെന്തിനാ ബോസ് അന്വേഷിക്കുന്ന? ചിലപ്പോ എന്നെ അന്വേഷിച്ചതാവും, മാറിപ്പോയതായിരിക്കും. ഡേ അത് നമ്മുടെ കൂടി ബോസ് അല്ല. അപ്പൊ എന്താ ഞങ്ങൾ അന്വേഷിച്ചൂടെ? അല്ല, നിങ്ങളെ അന്വേഷിക്കാം. അല്ല, എപ്പോഴും അങ്ങേരി എനിക്കാണല്ലോ വർക്ക് തരുന്ന, അതുകൊണ്ട്. ഓ, ഇപ്പൊ എന്നെ അന്വേഷിച്ചു, ഞാൻ ചെല്ലുന്നു. ബൈ ബൈ. അതെ മാഡം, ഞാനും ക്യാബിലോട്ടേക്ക് തന്നെ ഒരുമിച്ച് പോവാം, വാ. ഓ, അത് ശരിയാ, നീ എപ്പോഴും അവിടെ തന്നെയാണല്ലോ അല്ലേ? അതുകൊണ്ട് ബോസിനെ നമ്മളൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും, നിന്റെ ഈ മോന്ത കണ്ട്. ഡേഡേ, കൂടുതൽ ഓവറാക്കി ചാണവാക്കണോ? ചിലപ്പോ നിനക്ക് എന്തേലും വർക്ക് തരാനായിരിക്കും, കൂടുതൽ ചാടണ്ട. ആ, അത് ശരിയാ, നിന്റെ അല്ലേ ബോസ്, പറയാൻ പറ്റില്ല. അത് ശരി, ഇത്ര നേരം നിന്റെ ബോസ് മാത്രമല്ല ഞങ്ങളുടെ കൂടി ബോസ് ആണെന്നാണല്ലോ, ഇപ്പൊ എന്റെ ബോസായോ? ഇവളിത് എവിടെ പോയി? ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് കേട്ടില്ലേ ആവോ? യെസ്, കമ്മിങ്. സ്നേഹ എവിടെ പോയി? ഞാനിവിടെ എന്റെ ബോസേ. ഒരു നിമിഷം പോലും ബോസിന് എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഷോ, എന്ത് ചെയ്യാനാ? ബോസിന് നിന്നെ കണ്ടുകൊണ്ട് മടുത്ത്, അതുകൊണ്ടാ ഇപ്പൊ എന്നെ ബോസ് അന്വേഷിച്ച് നടക്കുന്ന. അല്ല ബോസേ, എന്തിനാ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു? ഞാൻ അന്വേഷിച്ചോ? എപ്പോ? ആ ബെസ്റ്റ്, ഞാൻ പറഞ്ഞില്ലടി, ബോസിന് നിങ്ങളുടെ ആവശ്യമില്ല, എല്ലാത്തിനും ഈ സ്നേഹം ഉണ്ടല്ലോ, അല്ലേ ബോസേ? അല്ല ബോസേ, സ്റ്റീഫ സാറടുത്തും ഇഷാനടുത്തൊക്കെ സാർ എന്നെ അന്വേഷിച്ചു എന്ന് അവര് പറഞ്ഞു. അത് എല്ലാവരും കമ്പനിയിൽ എത്തിയോ നോക്കാൻ വേണ്ടി ഞാൻ ഇഷാന്റെ അടുത്തൊക്കെ താൻ എത്തിയോന്ന് ചോദിച്ചതാ, അല്ലാതെ വേറൊന്നുമില്ല. ശരി, അപ്പോ ഇവിടെ വരെ ലിഫ്റ്റ് ചെയ്ത് വന്ന ഞാൻ ആരായി? പൊട്ടൻ. നീ പൊട്ടനായി, പേടിക്കണ്ട, എനിക്ക് ശീലായതാ. ഇയാൾക്ക് നീയേ പറ്റൂ. എന്നാ പിന്നെ ശരി ബോസേ, കാണാം. അല്ല, നീ എന്താ ഇത്ര ലേറ്റ് ആയത്? സമയം 9 മണി കഴിഞ്ഞല്ലോ. 9 മണി കഴിഞ്ഞില്ലല്ലോ, ആയതല്ലേ ഉള്ളൂ. ഞാനെപ്പോഴും ഈ ടൈമിലല്ലേ എത്താറ്. എന്തായാലും നിനക്ക് കുറച്ച് നേരത്തെ വന്നൂടെ? ഞാൻ വന്നിട്ട് എത്ര നേരമായി? അത് ശരി, അപ്പോ ബോസിനെ എന്നെ മിസ് ചെയ്ത് അല്ലേ? ഇവിടെ ഞാനില്ലാതെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോ ബോസിന് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കാനോ? എനിക്കോ? നിന്റെ ബ്ലാ സംസാരം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ആണോ? അപ്പോ ഞാനിവിടുന്ന് പോയാ എന്റെ ബ്ലാ സംസാരം ബോസിനെ മിസ് ചെയ്യൂലേ? झूम झूम दे झूम झूम दे झूम झूम जाए दे झूम झूम दे झूम झूम दे. എന്തൊരു ബോസേ, ബോസ് എന്തൊന്നും മിണ്ടാത്തേ? അപ്പൊ ബോസിനെ മിസ് ചെയ്യും അല്ലേ? ആര് പറഞ്ഞു? ഞാനൊന്നും മിണ്ടാതിരുന്ന അതിനർത്ഥം എനിക്ക് മിസ് ചെയ്യുന്നാണോ? ഓ, മിസ് ചെയ്യണ്ട. അല്ലേലും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാവില്ലല്ലോ. ഞാനിവിടുന്ന് പോയാ ബോസിന് എന്റെ വില മനസ്സിലായിക്കോളും. അല്ല ബോസേ, ബോസ് ക്രിസ്ത്യൻ അല്ലേ? പിന്നെന്തിനാ ഇന്നലെ അമ്പലത്തിൽ വന്നത്? അതെന്താ, ക്രിസ്ത്യൻസിന് അമ്പലത്തിൽ വരാൻ പാടില്ലേ? അങ്ങനൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ അമ്മ ഹിന്ദുവാ, അച്ഛൻ ക്രിസ്ത്യനും. ആഹാ, സെയിം പിച്ച്. എന്റെ അച്ഛനും ക്രിസ്ത്യനാ, അമ്മ ഹിന്ദു. അപ്പോ നമ്മുടെ തമ്മിൽ മാത്രമല്ല, നമ്മുടെ ഫാമിലി തമ്മിലും നല്ല മാച്ച് ഉണ്ട് അല്ലേ? സ്നേഹ, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്തിനാണ്? ക്രിസ്ത്യൻ ഹിന്ദു അങ്ങനെയൊന്നുമില്ലാന്നാണോ? അത് എനിക്കും ഇല്ല. എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് മതമൊന്നുമില്ല. അതല്ല, ഒന്നുമില്ല. അങ്ങനെയല്ല, സാറിപ്പോ എന്തോ പറയാൻ വന്നല്ലോ, എന്താ പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലാന്ന് പറഞ്ഞല്ലോ. നീ ചെന്ന് എനിക്കൊരു കോഫി ഇട്ടുണ്ടോ? ബോസേ, നിക്ക്. സ്നേഹ, കൈയെടുക്ക്, ഇതൊന്നും ശരിയാവില്ല. എന്നിട്ടെന്താ ബോസിന്റെ കൈ തട്ടി മാറ്റാത്തെ? സ്നേഹന പറയുന്നേക്ക്, അതെൻ കൈയെടുക്ക്. കണ്ടില്ലേ, സാർ അത്ര പോലും എന്റെ കൈ എടുത്ത് മാറ്റുന്നില്ല. അതിന്റെ അർത്ഥം സാറിന് എന്നെ ഇഷ്ടമാണെന്നല്ലേ? നീ എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത കാര്യം കാട് കയറി ചിന്തിക്കുന്ന? നീ കൈയെടുത്ത് അതെ മാറ്റ്. സാറേ പ്ലീസ്, എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാ, ഭയങ്കര 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 ഇഷ്ടമാ. मेरा नाम
इश्क तेरा नाम इश्क मेरा नाम इश्क तेरा नाम इश्क मेरा नाम तेरा नाम मेरा नाम इश्क സ്നേഹ, എന്തോ സാറിന്റെ മുഖം കണ്ടാൽ അറിയാം സാറിന് എന്നെ ഇഷ്ടമാണെന്ന്. സാർ എന്തിനാ ഇങ്ങനെ വെറുതെ ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്ന? സാറിന് എന്നെ ഇഷ്ടമല്ലേ? എന്റെ മുഖത്ത് നോക്കി പറ. സ്നേഹ, ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ശരിയാവില്ല. നീ ആദ്യം നിന്റെ കരിയർ ശ്രദ്ധിക്ക്. നീ ഇവിടെ വരുന്നത് വർക്ക് ചെയ്യാനായിരിക്കണം. വേറെ ഒന്നിലും നിന്റെ ശ്രദ്ധ പോകാൻ പാടില്ല. ഞാൻ എന്റെ വർക്കും കരിയറും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, കൂടെ സാറിനെയും. നീ എന്തിനാ എന്നെ ശ്രദ്ധിക്കുന്ന? നിന്റെ കരിയർ ഞാനാണോ? അതെ, എന്റെ കരിയറിൽ ഒരു ഇമ്പോർട്ടന്റ് പ്ലേസ് ഞാൻ സാറിന് വേണ്ടി മാറ്റി വെച്ചേക്കുവാ. സാറിങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. സാറിനെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് മുഖത്ത് നോക്കി പറ. നീ ചെന്ന് എനിക്കൊരു കോഫി ഇട്ടുണ്ടോ? അതിനെന്താ, ഇപ്പൊ ഇട്ടോണ്ട് വരാലോ. പിന്നെ സാറേ, ലവ് യു. तेरे माथे पे बिंदिया तेरी आंखों में काजल है तमन्ना हमें तुम्हें खुद हम सजाए. ഞാൻ അവളുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയും? എനിക്ക് അതിനുള്ള ധൈര്യം എന്താ കിട്ടാത്ത? കണ്ണഴക പാലഴക പൊന്നഴക പെണ്ണഴക. സാറേ, കുറെ നേരമായാലോ ഞാനിവിടെ ഇരിക്കുന്ന. സാറിങ്ങനെ എന്നെ തന്നെ നോക്കിയിരിക്കല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ കുറച്ച് പേഴ്സണൽ കാര്യം ചോദിച്ചാൽ താനത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് കരുതരുത്. കർത്താവേ, ഇതിപ്പോ എന്താണാവോ ചോദിക്കാൻ പോകുന്ന? ഇനി പണ്ടേതെന്തെങ്കിലും കാര്യങ്ങളാവോ? അത് ചോദിച്ചാ ഞാൻ എന്താ പറയുന്ന? തന്നോട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ? കർത്താവേ, ഇതിപ്പോ എന്താ ചെയ്യാ? അയ്യോ സാറേ, ഫയൽസ് ടേബിളിന്റെ അടിയിൽ പോയി. ഞാനിപ്പോ എടുത്തുതരാം. അതിപ്പോ എടുക്കണ്ട, ഞാനത് പിന്നെ എടുത്തോളാം. അത് ശരിയാവില്ല, ഞാനിപ്പോ തന്നെ എടുത്തുതരാം. സൂക്ഷിച്ച് തല. ദൈവമേ, ഇതിന്റെ അടി ഇത്രയും ചേർത്തായിരുന്നു. ഇതിപ്പോ ഞാനെങ്ങനെയാ ഇതിനുള്ളത് പുറത്ത് കിടക്കുന്ന? ദൈവമേ, ഈ കൊച്ചു കമ്പനിയില് ഇതെന്തൊക്കെയാ നടക്കുന്ന? ഡാഡാ, ഒളിഞ്ഞോക്കി. നീ എന്താ ഇവിടെ നീ നോക്കുന്ന? വേണേ വന്നു നോക്ക്. ഇപ്പൊ നോക്കിയാ നല്ലൊരു കാഴ്ച കാണാം. വേണേ വന്നോ. അതെന്ത് കഴിച്ചാ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ സ്റ്റീഫൻ സാറെ ക്യാമ്പിലേക്ക് ഒളിഞ്ഞു നോക്കുന്നോ? ഇങ്ങോട്ടേക്ക് വാ, നോക്കിക്കേ. ഓ മൈ ഗാഡ്. സിനിമ, നീ എവിടെയാ ഈ കോഫി എടുത്തോണ്ട് പോകുന്ന? ഞാൻ ബസ്സിന് ഒരു കോഫി ഇടാൻ പോയതാ. അല്ല, നിങ്ങളെ മൂന്നുപേരെന്താ ഇവിടെ പരിപാടി? നിന്റെ ഒരു കോഫി, നീ ഇങ്ങോട്ടേക്ക് വാ. ഞാൻ പറഞ്ഞില്ലേ ഇവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന്. എനിക്ക് അതേ ഡൗട്ട് അടിച്ചതാ. ആര് തമ്മില് എന്തുണ്ടെന്ന് നീ എന്തീ പറയുന്ന? സ്നേഹ, ഇവിടെ വാ, ഒരു സംഭവം കാണിച്ചു തരാം. ഞാനത് പിന്നെ എടുക്കാന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇതിനാ താൻ അതിന്റെ ഉള്ളിലോട്ട് പോയേ. കഴിഞ്ഞ് ഞാൻ ഈ ചിന്നമ്മ വന്നപ്പോ തന്നെ വിചാരിച്ചതാ ഇപ്പൊ കഴിയുമെന്ന്. നിനക്ക് ഭാഗ്യമില്ല. താറാവെ, സ്റ്റീഫ് സാറും അന്നയും കൂടി അവിടുന്ന് സംസാരിക്കുന്നത് ഒളിഞ്ഞു നോക്കിയതും പോലെ എന്നെ ഇപ്പൊ കുറ്റം പറയുന്നോ? എടി, സംസാരം മാത്രല്ല, ആ തറയില് സ്റ്റീഫ് സാറും അന്നയും കൂടി ഇതുപോലെ ക്ലോസ് ആയിട്ടാ നിന്നത്. റിയലി? അതേടി, ഞാൻ പറഞ്ഞില്ലേ എനിക്കവരെ. അടിപൊളി, അതും പൊളിച്ച്. സോറി, മൈ മിസ്റ്റേക്ക്. അതെന്താ പുറത്തൊരു സൗണ്ട്? താനോട് തന്നെ ഇരിക്ക്, ഞാനിപ്പോ വരാം.
അല്ല സാർ, ഞാനും കൂടി പോയോ? ഇതിപ്പോ ഞാനിപ്പോ എന്ത് പറയും? അല്ലേ ഈ താറാവ് പണ്ട് ഉടായിപ്പ എല്ലാം കൊളാക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരും. ഇത് ജോണിന്റെ മോള് ചിന്നമ്മേ, ഒന്നും മിണ്ടാതിരിക്ക്. സ്റ്റീഫൻ സാറ് ഇങ്ങോട്ടേക്ക് വരുന്നതാ തോന്നുന്ന. നിങ്ങളെല്ലാരും വിട്ടോ, ഞാനിവിടെ നിന്നോളാം. അല്ലേലും ഞങ്ങള് പോവാൻ പോവാ. അല്ലെങ്കിലും ഇത് തട്ടിയിട്ടത് ഞങ്ങളല്ലല്ലോ, നീയല്ലേ. അപ്പോ ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നീ ഏറ്റെടുത്തോ. ഓക്കെ, ബൈ. എടി വാ, നമുക്കും പോവാം. അല്ലെങ്കിൽ ഇവന് തട്ടിയിട്ടതിന്റെ ബാക്ക് ഞങ്ങൾക്കായിരിക്കും കിട്ടാൻ പോകുന്ന. വേഗം നടന്നു. എല്ലാം പോയ പോക്ക് നോക്കിക്കേ. ഒരെണ്ണത്തിന് കണ്ണിച്ചോരാന്ന് പറയുന്ന സാധനമില്ല. അർജുൻ, നീയോ? അല്ല, ഇവിടെ എന്താ ഒരു സൗണ്ട് കേട്ട്? ആ, അത് സാറ് അകത്തേക്ക് വാ. അത് വലിയൊരു കഥയാ, നമുക്ക് അകത്തേക്ക് കയറി സംസാരിക്കാം, വാ. അല്ല, അത് അകത്ത്. സാറ് വാ സാറേ, സാറ് പേടിക്കണ്ട. പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പരിഹരിക്കാം, അതാ നല്ലത്. താറാവോ? ഇവനായിരുന്നോ? ആ, അന്ന, നീയുണ്ടോ ഇവിടെ? എന്നാ പിന്നെ നമുക്ക് 3 പേർക്കും സംസാരിക്കാം. 3 പേർക്കും കൂടി എന്ത് സംസാരിക്കാൻ? എടി, ഒന്ന് സഹകരിക്കണം. പുറത്തിരിക്കുന്ന ആ ചെടിച്ചട്ടി എന്റെ കൈതട്ടി അറിയാതെ വിടപ്പൊട്ടി. പ്ലീസ്. ആണോ? അല്ല, ആണോ? നിന്നെ കൊണ്ട് നല്ലൊരു ഉപകാരം ആദ്യമായിട്ടുണ്ടായി. ആ സാറേ, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം, വാ. ഇതാ ബോസേ, നല്ല ചൂട് കോഫിയാ. വല്ല തലവേദന ഉണ്ടായി അത് പെട്ടെന്ന് പൊക്കോളും. ആണോ? എന്നാ പിന്നെ ഒന്ന് കുടിച്ചു നോക്കട്ടെ. തലവേദന പോയില്ലല്ലോ. എന്തോ സാറേ, തലവേദന അങ്ങനെ പെട്ടെന്ന് പോവോ? ഒന്ന് കുടിച്ച് കുറച്ചു നേരം റിലാക്സ് ആയി ഇരുന്നാ മതി, തലവേദന പൊക്കോളും. ഈ തലവേദന പെട്ടെന്നൊന്നും അങ്ങനെ പോകും തോന്നില്ല. അല്ലെങ്കിൽ നീ ഒന്ന് ഇവിടുന്ന് മാറി നിൽക്ക്, അപ്പൊ എന്റെ തലവേദന പൊക്കോളും. സാറേ, ആരാ നിങ്ങളുടെ തലവേദന? ഞാനാണോ നിങ്ങളുടെ തലവേദന? എന്നാ പിന്നെ ഞാനങ്ങ് പോയി തരാം. ആ, എന്നാ പിന്നെ പെട്ടെന്ന് പൊക്കോ. അയ്യടാ, ഈ തലവേദന പെട്ടെന്ന് അങ്ങ് പോയില്ല. അങ്ങനെ പോകുന്ന സാറ് വിചാരിക്കാൻ വേണ്ട. ഈ തലവേദന സാറേം കൊണ്ടേ പോവും. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ ഈ തലവേദന അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ലാന്ന്. ഓഹോ, അപ്പൊ എല്ലാം അറിയാലേ. നിനക്ക് ഞാൻ തന്ന പ്രസന്റേഷൻ എന്തായി? കംപ്ലീറ്റ് ആയോ? ഇല്ല സാറേ, മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. കുറച്ചുകൂടി ഉണ്ട്, ഇച്ചിരി. 2 കമ്പനി ഓഫ് ഉണ്ടായിട്ടും നിനക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? ഇതാ ഞാൻ പറഞ്ഞ, നിന്റെ ശ്രദ്ധ വർക്കിലൊന്നല്ല. ആ, കംപ്ലീറ്റ് ആണ് സാറേ. കുറച്ചുകൂടി സാധനങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് ലാസ്റ്റിലോട്ട് ആഡ് ചെയ്യേണ്ട സംഭവങ്ങളാ. അത് വലിയ സീനില്ല. എന്നാ പിന്നെ നീ അത് ഇവിടെ വന്നിട്ട് പ്രസന്റ് ചെയ്യ്, ഞാനൊന്ന് നോക്കട്ടെ. ആ, ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് എവരിവൺ, എസ്പെഷ്യലി അവർ റെസ്പെക്റ്റഡ് സിഒ. ശരിക്കും? എന്നിട്ട് റെസ്പെക്റ്റ് ഒന്നും കാണാനില്ലല്ലോ. പേടിക്കണ്ട, നിങ്ങൾക്ക് ഈ പ്രസന്റേഷനിൽ നല്ല റെസ്പെക്ട് ഉണ്ട്. ഞാനൊന്ന് പ്രസന്റ് ചെയ്തോട്ടെ. കണ്ടിന്യൂ. Good morning everyone, especially our respected CEO and esteemed colleagues. ഏയ്, വല്ലാതെ നെർവസ് ആവുന്നുണ്ടല്ലോ. ഇവിടെ ഇരിക്കെ, ഇവിടെ ഇരുന്നിട്ട് പ്രസന്റ് ചെയ്യും. താങ്ക് യു സാർ. അത് ഫസ്റ്റ് ടൈം അല്ലേ, അതിന്റെ ഒരു ഇത്. നെർവസ് ആവുന്നുണ്ടാവും അല്ലേ? ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ട് പ്രസന്റ് ചെയ്യും. ഓക്കെ സാർ. Good morning everyone, especially our respected CEO and esteemed colleagues. My name is Sneha. ഏയ്, മെല്ലെ മതി, മെല്ലെ. ആർക്കും ധൃതിയില്ല. ഓക്കെ സാർ, സോറി. ഞാൻ ഒന്നുകൂടി പറയാം. ഗുഡ് മോർണിംഗ് എവരിവൺ, എസ്പെഷ്യലി അവർ റെസ്പെക്റ്റഡ് സിഒ. സാറിങ്ങനെ എന്നെ നോക്കല്ലേ, അപ്പോ എന്റെ കൺട്രോൾ പോവും. കൺട്രോൾ പോവാനോ?
ഐ മീൻ എന്റെ കോൺസെൻട്രേഷൻ പോവും, അതാ ഉദ്ദേശിച്ചത്. സാറേ, ഇത് ചിരിച്ചിട്ട് എന്റെ കൺട്രോൾ കളയരുത്, കേട്ടല്ലോ. നിനക്ക് അത്രക്ക് കൺട്രോൾ ഇല്ലേ? എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. കാണണോ? ശരിക്കും കാണണോ? വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ വേഗം പ്രസന്റ് ചെയ്യാൻ നോക്ക്. നെർവസ് ആവാതെ മര്യാദക്ക് പ്രസന്റ് ചെയ്. ആയിക്കോട്ടെ മിസ്റ്റർ റെസ്പെക്റ്റഡ് സിഇഒ. സത്യം പറഞ്ഞ മോളെ, നിങ്ങള് ഡേറ്റിങ്ങിനാണ്. നിങ്ങള് ഡേറ്റിങ്ങിനല്ലേ നീ എനിക്ക് ഒരു ഷവർമ മേടിച്ച? അപ്പൊ ഞാൻ വിശ്വസിക്കാം. അയ്യടെ മനമേ, നിനക്ക് മേടിച്ചിരുന്ന കാശിന് എനിക്ക് ഒറ്റക്ക് തിന്നാലോ ഷവർമ? നീ വേണം വിശ്വസിച്ചാ മതി. ഞങ്ങളൊരു ഡേറ്റിങ്ങിനുമല്ല, ഒന്നിനുമല്ല. പിന്നെന്തിനാ നിങ്ങൾ അവിടെ ക്ലോസ് ചെയ്ത് ഇത്രയും അടുത്ത് നിന്ന? അതുകൂടി പറ. അതുകൂടി നീ ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാ മതി. അന്ന, തനിക്ക് വേറെ തിരക്കൊന്നുമില്ലേ? എന്റെ ക്യാബിനോട്ടേക്ക് വാ, കുറച്ച് വർക്ക് തരാനുണ്ട്. കർത്താവേ, എടാ നിനക്കല്ലേ ഷവർമ വേണമെന്ന് പറഞ്ഞ? വാ, നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാം. സാറേ, ഇവരെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി എന്തെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് വരാം. അതിനിപ്പോ ബ്രേക്ക് ടൈം അല്ലല്ലോ. ബ്രേക്ക് ടൈമിനല്ലേ എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കുന്ന? അതെ അതെ, ബ്രേക്ക് ടൈം അല്ലല്ലേ. അത് ഇവ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലാത്തത്. വീട്ടില് ഗ്യാസ് ഇല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവന് നല്ല വിശപ്പുണ്ട് സാറേ. ഞാൻ എന്തെങ്കിലും പോയി വാങ്ങിച്ചു കൊടുത്തിട്ട് വരാം. അല്ലെങ്കിൽ ഇവനിവിടെ തല ഇറങ്ങി വീഴും, അല്ലേടാ? അതെ സാറേ, എനിക്ക് കഴിച്ചില്ലേ തല ഇറങ്ങി വീഴും. ഞാൻ പോയിട്ട് വേഗം പോയിട്ട് കഴിച്ചിട്ട് വരാം. അല്ല, നീ ഒറ്റക്ക് പോവണ്ട. നിനക്ക് ഞാൻ മേടിച്ചു തരാം ഷവർമ. എന്നാ പിന്നെ ശരി സാറേ, ബൈ. ഞാനൊരു കാര്യം ചോദിക്കുമ്പോ എപ്പോഴും ഇവള് ഒരു കാര്യം പറഞ്ഞ് എസ്കേപ്പ് ആവാണല്ലോ. അപ്പോ എന്തോ ഉണ്ട്. സാറേ, എന്തെങ്കിലും വർക്ക് തരാനുണ്ടെങ്കിൽ എനിക്ക് തന്നോ, ഞാൻ ചെയ്യാം. ഏയ് വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ വിളിക്കാം. ഓക്കെ സാർ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇവനെ കൊണ്ട് 2 ഉപകാരങ്ങളായല്ലോ. എന്തോ വലുത് വരാനുണ്ടെന്ന് തോന്നുന്ന. എടി, എവിടെടി എന്റെ ഷവർമ? നീ ഷവർമ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്നെന്തിനാ ഈ ലിഫ്റ്റിന്റെ സൈഡിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേക്കുന്ന? ഷവർമ ഷവർമ വാങ്ങിത്തരാം. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിലതു കമലഹരികളെ. നല്ല കാറ്റ് മഴയാണല്ലോ. ഇതുപോലൊരു മഴ കണ്ടിട്ട് എത്രയായി? ഇവളെന്താ മഴ ആസ്വദിക്കുവാണോ? സാറേ, ഇനി വേറെന്തെങ്കിലും വർക്ക് ഉണ്ടോ ചെയ്യാൻ? ഇപ്പൊ ഇനി വേറെ വർക്കൊന്നുമില്ല. നോക്കിയിട്ട് ഞാൻ പറയാം. ആണോ? ശരി, എന്നാ പിന്നെ ഞാനിപ്പോ വരാം. അല്ല, നീ ഇതെവിടേക്കാ? അതെന്താ ഇപ്പൊ പോയത്? ഓ, നിന്നോടല്ല അന്ന. ഇപ്പൊ പോയത് നീ കണ്ടായിരുന്നോ? എടാ പൊട്ടാ, അത് സ്നേഹയാ. ഇവിടെ എങ്ങോട്ടാ ഈ ഓടി പോകുന്ന? സ്നേഹായിരുന്നല്ലേ? എനിക്കും തോന്നി. ഈ പെണ്ണത് എവിടേക്കാണോ എന്തോ. നോക്കി നിൽക്കാതെ വാടാ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ദേ വരുന്നു. നീ ഇതൊന്ന് നോക്കിക്കേ. तुझ संग बैर लगाया ऐसा रहा ना मैं फिर अपने जैसा. ബെസ്റ്റ്. ഇവക്ക് ഈ വട്ട് പിന്നെയും തുടങ്ങിയ? അല്ലേലും ഇവിടെയുള്ള എല്ലാത്തിനും മുഴുവട്ടാ. നീ അന്ന നല്ല രസിക്കടി. നീയും വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഒരുമിച്ച് നിന്നെ മര്യാദക്ക് ഇങ്ങനെ കേറി വാ, പറയുന്ന കേക്ക്. പിന്നെ ഇപ്പൊ കേറി വരാം. നിങ്ങൾ പോയി നിങ്ങളുടെ വർക്ക് നോക്ക്. ഞാനിവിടെ കുറച്ച് മയത്തൊക്കെ കളിച്ചിട്ട് വരാം.
എല്ലാം ഈ മയത്ത് കളിക്കുന്ന ഇവളെ കൊണ്ട്. ഡാഡി സാറ് ഇതെങ്ങോട്ടാ ഈ പോകുന്ന? ആ ചിലപ്പോ നേരത്തെ സ്നേഹ പുറത്തു പോയില്ലായിരുന്നോ, അത് നോക്കാൻ പോയിരിക്കും. വാ നമുക്ക് കൂടി നോക്കാം. ആഹാ ബോസ് ഇവിടെ എത്തിയോ? ബോസെ നോക്ക്, നല്ല മഴ. ഈ മയത്തിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യാൻ എന്ത് രസാന്നറിയോ? അവളുടെ ഒരു ഡാൻസ്. സ്നേഹ അകത്തേക്ക് കയറ്. ബോസ് അല്ലേ പറഞ്ഞ എനിക്ക് വർക്കൊന്നുമില്ലാന്ന്, അതുകൊണ്ടല്ലേ ഞാനിപ്പോ പുറത്ത് ഇങ്ങനെ മയത്ത് ഇറങ്ങിയത്. ഇനി അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. സ്നേഹ പറയുന്ന കേക്ക്. മയത്തിങ്ങനെ കളിച്ചിട്ട് ലാസ്റ്റ് പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. പറയുന്ന കേക്ക്, മര്യാദയ്ക്ക് അകത്തേക്ക് കയറ്. സാറേ കൂൾ ഡൗൺ. ഞാൻ കൊറേ പറഞ്ഞതാ, കേൾക്കുന്നില്ല. അല്ലേലും ഇവക്ക് മഴ കണ്ട പണ്ടേ പ്രാന്താ. അല്ലേല് പ്രാന്താണല്ലോ, ഇപ്പൊ മയത്ത് എക്സ്ട്രാ പ്രാന്താവോ? ഓ ഇനി എന്തൊക്കെ കാണണം. സ്നേഹ നിന്നോട് ഞാൻ പറയുന്ന ഒന്ന് അകത്തേക്ക് കയറുന്നുണ്ടോ? അതെങ്ങനെ ഡാനി, അനുസരണ പണ്ടേ ഇല്ലല്ലോ. തർക്കുത്തരം പറയാൻ മാത്രം ഇവക്കൊക്കെ അറിയാം. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടി ഞാൻ കണ്ടത് തന്നെയാണോ നീയും കണ്ടത്? തീർച്ചയായിട്ടും. എന്റെ ദൈവമേ, ഇങ്ങേരും അവളുടെ വലയില് വീണോ? What is this? ചിലരുടെ ഉറക്കം പോയി. അതെ